അതെ, ഞാൻ ദാ കുറച്ച് കാശ്മീരി മുളക് എടുത്തിട്ട് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തിനാന്നല്ലേ, ഇത് വെച്ചിട്ട് നമുക്ക് മുട്ടയൊക്കെ കൂട്ടിയിട്ട് ഒരു പെരട്ടുണ്ടാക്കാണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കാശ്മീരി മുളക് എടുത്താൽ എന്താ വെച്ചാൽ നല്ലൊരു കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കാശ്മീരി മുളക് മാത്രം പോരല്ലോ, ഇതിക്ക് വേറെയും കുറച്ച് ഐറ്റംസൊക്കെ വേണ്ടേ. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു മുട്ട പെരട്ടുണ്ടാക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇതാ ആ ഒരു കാശ്മീരി മുളക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചേർക്കുകയാണ്. ഒരു കുഞ്ഞു വലുപ്പത്തിന് പുളിയും കൂടി ചേർക്കുകയാണ്. 3 ഗ്രാമ്പും ഒരു കഷ്ണം പട്ടയും കുറച്ച് പെരിഞ്ചീരകം ചേർക്കണം. ഇത്ര വലിയൊരു തക്കാളി കേട്ടോ. ഈ തക്കാളി നമുക്കൊന്ന് മുറിച്ച് അതും കൂടിയാണ് ചേർത്ത് കൊടുക്കുക. ഇത്തിരി മല്ലിയിലയും അതുപോലെ തന്നെ ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണ്ടേ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കേ. ഈ അരച്ച പേസ്റ്റ് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതേ ജാറിൽ ചെറിയ ഉള്ളി ഇതാ ഒന്നങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കട്ടെ. നമുക്ക് ചെറിയ ഉള്ളി ഇതാ ഇതേ രീതിയിലാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. കൂടുതൽ അരഞ്ഞങ്ങോട്ട് പേസ്റ്റ് ആവണ്ട. അരച്ചതും ചതച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്താ വേണ്ട അറിയോ, ദാ കോഴിമുട്ട. അപ്പം ഞാൻ 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കോഴിമുട്ട നന്നായിട്ട് പുഴുങ്ങി വെച്ചതാണ്. ഇത് നമുക്ക് തലങ്ങും വലങ്ങും വരകളിട്ട് കൊടുക്കുക. ഇങ്ങനെ വരയിടുമ്പോൾ നമ്മളിതിൽ ചേർക്കുന്ന മസാലകളൊക്കെ ഉള്ളിലേക്ക് അങ്ങോട്ട് പിടിച്ചോളും. ഇത് പിന്നെ പൊളിച്ചപ്പം പൊട്ടിപ്പോയതാണ്, അതങ്ങനെയാണല്ലോ. എന്തായാലും ഒന്നുണ്ടാവും, ഒന്ന് കേടുന്നത് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതും കൂടി എടുക്കുക, നമുക്ക് എന്തായാലും പൊട്ടിച്ച് കഴിക്കാനുള്ളതാണല്ലോ. അപ്പോഴേക്കും നമ്മളിത് ആ പാനൊക്കെ അടുപ്പത്ത് വെച്ചു ചെറുതായിട്ട് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് നമ്മളിതാ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്തെടുക്കുകയാണ്. ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ആ ഒരു ചെറിയ തീയിലിങ്ങനെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒന്നും ഇങ്ങനെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. ആ ഒരു മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇതാ നല്ലൊരു മൂത്ത വാസന ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കോഴിമുട്ടേനെ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് വെച്ചുകൊടുക്കാം. പെറുക്കി അങ്ങോട്ട് ഇടാം. നന്നായിട്ട് പെരട്ടി ഇങ്ങോട്ട് എടുക്കട്ടെ. നമുക്ക് വെള്ളം പോലെ പെരളട്ടെ. മുട്ടതാ ഇതിൽ കിടന്ന് ഇങ്ങനെ ഒന്നങ്ങോട്ട് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ അതേപോലത്തെ രാവിലെ ചായക്കടിക്കാവുമല്ലോ നമ്മൾ അധികവും മുട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കല്ലേ. അപ്പോൾ എന്തൊക്കെ തരം വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ വിഭവങ്ങൾ നിങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതണം കേട്ടോ. അതുപോലെ ഞാൻ ഉണ്ടാക്കണ ഈ ഒരു വിഭവം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ. അവർക്കും കൂടി ഒന്ന് ഉണ്ടാക്കാമല്ലോ. നമ്മൾ ആ ഒരു പൊട്ടിയെന്ന് പറഞ്ഞ ആ ഒരു മുട്ടല്ലേ, അത് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഈ ഒരു മഞ്ഞക്കരി പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ചിലപ്പോൾ പുടും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ. ഞാനാണെങ്കിൽ ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്താ ചെറിയ രീതിയിലൊക്കെ മൊരിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് കോരി മാറ്റാം. അടുത്ത പണി ചെയ്യണ്ടേ. ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് തന്നെയാണ് നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ചെറിയ ഉള്ളിയില്ലേ അത് ചേർക്കണത്. എന്നിട്ട് ആ ഒരു ചെറിയ ഉള്ളീൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറിയ ഉള്ളീൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു 10-20 ഉള്ളിയോ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ വലിയ ചെറിയ ഉള്ളി തന്നെ ഉണ്ടാവുമല്ലോ, കുറച്ചൊക്കെ വലുത്. അതാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് വലിയ ഉള്ളില്ലേ, അതായത് നമ്മളെ സവോള അതെടുത്താലും മതി കേട്ടോ. അതാകുമ്പോൾ ഒന്നൊക്കെ എടുത്താൽ മതിയായിരിക്കും. ഇനി ഞാനിതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണേ. വീണ്ടും അങ്ങോട്ട് വഴറ്റി കൊടുക്കണം. ആ ഒരു കുരുമുളകും മഞ്ഞൾപ്പൊടി ഇല്ലേന്നില്ലേ, അതിൻ്റെ ഒരു കളറായിട്ടത് ഇങ്ങനത്തെ ഒരു കളറായത്. അങ്ങനെ ചെറിയ ഉള്ളീൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ടേ. ആ ഒരു വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് ഇങ്ങനെ വാടിയ വാസന. ആ ഒരു സമയത്താണ് നമ്മൾ ആദ്യം അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേസ്റ്റ് ഇല്ലേ, ഇതാണെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് ആട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത്. ആ ഒരു പേസ്റ്റ് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്തെടുക്കണേ. ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആ മസാലയുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. ഈ ഒരു വെള്ളം ഒന്ന് ഇങ്ങോട്ട് ചെറുതായിട്ട് വറ്റി വരണേ. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ അതുവരേക്കും നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ നോക്കാം. ഇപ്പോഴേ ഒന്ന് തുറന്ന് നോക്കട്ടോ. വേറൊരു സൗണ്ടിൽ ഇങ്ങനെ തിള വരുന്നുണ്ട്. അപ്പോൾ എന്താ അറിയോ, വെള്ളം ഏകദേശം വറ്റി വരുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ ആദ്യം ഇങ്ങനെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടല്ലേ അതിൽ ചേർത്തെടുക്കേണ്ടത്. ഓരോന്നോരോന്നോരോന്ന് അങ്ങനെ ചാടട്ടെ. ലാസ്റ്റ് നമ്മൾ ആ കേട് വന്ന പോലുള്ള അതും കൂടി അവിടെ കിടക്കട്ടെ. എന്നിട്ട് ഈ മസാലേനൊക്കെ അതിലേക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കട്ടോ. അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് പുതച്ച് കൊടുക്കാറുണ്ടല്ലേ. മസാലയൊക്കെ സ്പൂൺ വെച്ചിട്ട് ഞാൻ കോരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണേ. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ട് ആവണ്ടേ. ഇപ്പോൾ സ്പാച്ചില കഴിയുന്നില്ല. ഇനി ഇതിൽ കുറച്ച് സമയം കിടന്ന് ഒന്നും കൂടി അങ്ങോട്ട് സെറ്റാവാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേ കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ തൂവാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് നമുക്ക് തുറക്കുക. എന്നിട്ട് കുരുമുളക് പൊടിയിടാം. അപ്പോൾ കണ്ടോ, വെള്ളമൊക്കെ ഏകദേശം വറ്റി ഇങ്ങനെ വരുന്നുണ്ട്.
നമ്മൾ കാശ്മീരി മുളകാണല്ലോ ഇതിൽ ചേർത്തത്, അപ്പോൾ ഈ ഒരു കളർ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ, ഇത്രയ്ക്ക് എരിവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ അവസാനം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് തൂവി കൊടുത്താലേ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വാങ്ങാം. 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുറന്നിട്ട് ഇറക്കിയിട്ട് അങ്ങോട്ട് വാങ്ങിക്കാം. ആ ഒരു മസാലയിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കണം നമ്മളെ മുട്ടപ്പരട്ടിതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനെ കാണാൻ തന്നെ എന്താ രസമല്ലേ. ഇനി നമുക്കിതാ ഇതുമെന്നൊരു കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കട്ടോ. എന്നിട്ട് രാവിലത്തെ ചായക്കടി എന്താണ് എന്നുള്ളെങ്കിൽ ചപ്പാത്തി, ദോശ, പൂരി എന്താണെങ്കിലും അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റും കേട്ടോ. കുറച്ച് മസാല ഇതേപോലെ ഇങ്ങനെ എടുക്കാം, എന്നിട്ട് കൂട്ടി അങ്ങോട്ട് കഴിച്ചു നോക്കാം. മറ്റേ എണ്ണയായിട്ട് ഇത് കുറച്ചു നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തില്ലേ മുട്ട, അപ്പൊ പുറത്തു കൂടെ ഒരു ഇതിങ്ങനെ ഒരു സാധനം കണ്ടാവല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. അവിടെ പിന്നെ ഇതിന് കൂടെ കൂട്ടി കഴിക്കാൻ ഞാൻ പുട്ടാണ് എടുത്ത് വെച്ചത്. ഇന്നിവിടെ പുട്ടായിരുന്നു. ഒരു കഷ്ണം പുട്ടും കുറച്ച് ഗ്രേവിയും ഈ മുട്ടേൻ്റെ മഞ്ഞക്കരും വെള്ളക്കരും എല്ലാം കൂടി കൂട്ടി ഇങ്ങനെ കുഴച്ചിട്ട് ചെറിയൊരു പുളിപ്പ് ചോയങ്ങ വരുന്നുണ്ടേ. പുളി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മള് അത്യാവശ്യം വലിയൊരു തക്കാളിയും ചേർത്തിട്ടുണ്ട്. ഞാൻ മുട്ടക്കറി ആദ്യമായിട്ട് എങ്ങനെ കഴിക്കുന്നത്. അല്ലേ സാധാരണ മുട്ട പറഞ്ഞാൽ ഒന്നുകിൽ ആ ഉള്ളിയൊക്കെ ഇട്ടാണ്ട് റോസ്റ്റ് പോലെ ഉണ്ടാക്കും, അല്ലെങ്കിൽ മുട്ടക്കറിയോ ഉണ്ടാകുക. ഇത് രണ്ടിന്റെ ഇടയിലല്ലേ. ഇനി ഇങ്ങനെ ഉണ്ടാക്കി തരാൻ പറയണം അമ്മേനോട്. നല്ല രസമുണ്ട്. എനിക്കൊരു മുട്ട വേണ്ട കേട്ടോ. എനിക്ക് എന്തൊക്കെയോ ഒരു ചുമയും എന്തൊക്കെയോ ഒരു വേദനയൊക്കെ ഉണ്ടായിരുന്ന ആള് ആ മുട്ട ഫുള്ള് കാലിയാക്കിയിട്ടുണ്ട്. നമ്മള് മുട്ട ആദ്യം ഒന്ന് പൊരിച്ചല്ലോ, അപ്പൊ അതിന്റെ മുകൾ ഭാഗം കുറച്ചിങ്ങനെ ഒരു എന്താ പറയാ ഒരു ടൈറ്റ് ആയ പോലെ. അപ്പൊ അതിങ്ങനെ കൂട്ടി കഴിക്കാൻ രസമുണ്ട് അല്ലേ. ടേസ്റ്റിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുള്ള നല്ലൊരു പ്രതീക്ഷയോട് കൂടി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും പിന്നെ കാശ്മീരി മുളകായതുകൊണ്ട് കൂടുതൽ വരില്ലല്ലോ. കളറ് കാണുമ്പോൾ വിചാരിക്കും ഇത് എന്തൊരു എരിവാകുന്നത്. പക്ഷെ അപ്പൊ ആ എരിവ് ഇങ്ങനെ കുറച്ചിങ്ങനെ എരിവ് വേണേനും അതിനപ്പോ ആ കുരുമുളക് ഇങ്ങനെ കൊടുക്കുമ്പം ലൈറ്റ് പുളി, അതുകൊണ്ട് നമുക്ക് അങ്ങനെ കഴിക്കാം.